ബാലഗോകുലവും ഇത്തരത്തിലുള്ള പരിപാടികളും അദ്ദേഹം ഇപ്പൊ ലഹരിക്കെതിരെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രധാന ലക്ഷ്യം അതിനുപയോഗിച്ച വാക്ക് സഫല ബാല്യം എന്നുള്ളതാണ്. ബാല്യം പൊതുവെ നമ്മൾ പറയും നിഷ്കളങ്കമാണ്, ബാല്യകാലം നമുക്ക് വളരെ സമ്പന്നമാണ്, ബാല്യത്തിന്റെ നഷ്ടം നമ്മളെ സംബന്ധിച്ച് ജീവിതത്തിന്റെ ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്നാണ്. പക്ഷേ ഒരു ബാല്യം സഫലമാകുന്നത് എങ്ങനെയാണ്? ബാല്യം സഫലമാകുന്നത് ബാല്യകാലത്ത് തന്നെയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. ഒരു സഫല ബാല്യം എന്ന് പറയുന്നത് ഒരു സമ്പൂർണമായ മധ്യവയസ്സോ യൗവനമോ വാർദ്ധക്യമോ ഒക്കെയാണ്. കാരണം ആ ബാല്യത്തിലുണ്ടാകുന്ന ചെയ്തികളുടെ, പ്രവൃത്തികളുടെ, ആ ബാല്യത്തിലുണ്ടാകുന്ന അറിവുകളുടെ, ആ ബാല്യത്തിലുണ്ടാകുന്ന ലഭ്യമാകുന്ന സംസ്കാരത്തിന്റെ എല്ലാം ഉപയോഗം പിന്നീടുള്ള ജീവിതത്തിലാണ്. അപ്പം നമ്മൾ പറയില്ലേ, ഒരു സ്കൂള് 100% മാർക്ക് മേടിച്ചു എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് ശേഷം ആ കുട്ടികൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയ ശേഷമാണ്. അവിടെ പഠിക്കുന്ന സമയത്ത് ഈ കുട്ടികൾക്ക് 100% വിജയം ആ സ്കൂളിന് സമ്മാനിക്കാൻ സാധിക്കില്ല. 10ാം ക്ലാസ് പഠിച്ച് ഈ കുട്ടികളെല്ലാം ഈ സ്കൂളിൽ നിന്ന് TC മേടിക്കുമ്പോഴാണ് 100% വിജയം ഈ സ്കൂളിലാണെന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ ബാല്യം സഫലമാകുന്നത് ബാല്യത്തിന് ശേഷമാണ്. അപ്പൊ ആ ബാല്യകാലത്ത് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നത് നമ്മളുടെ എല്ലാം വലിയ ഉത്തരവാദിത്തങ്ങളാണ്. പ്രത്യേകിച്ച് വർത്തമാന കാലഘട്ടത്തിന്റെ ഈ ഒരു ഡാറ്റ ഫ്ലഡ് എന്ന് പറയുന്നത്, നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ വാർത്തകളുടെ ആധിക്യം, മാനിപ്പുലേഷൻസ്, നമുക്കുണ്ടാകുന്ന കൺഫ്യൂഷനുകൾ, തിരഞ്ഞെടുപ്പുകൾക്കുള്ള വലിയ പ്രശ്നങ്ങളെല്ലാം ഉള്ള ഒരു കാലഘട്ടമാണ്. ഇപ്പം വിവരസാങ്കേതിക വിദ്യയുടെ ഒരു വളർച്ചയിൽ AI പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നു എന്ന് നമ്മൾ പറയുന്നു. ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ UKG-യിലും LKG-യിലും ഒക്കെ ഒരു കുട്ടിയെ ചേർക്കുമ്പോൾ ഇപ്പോഴെന്ത് പഠിച്ചാലാണ് അതിനൊരു 20 കൊല്ലം കഴിഞ്ഞാൽ പ്രസക്തി ഉണ്ടാകുക എന്ന് ഒട്ടും മനസ്സിലാക്കാത്ത രീതിയിലാണ് വലിയ വിദ്യാഭ്യാസ വിചക്ഷകന്മാർ തന്നെ ഇരിക്കുന്നത്. കാരണം ഇപ്പോഴെന്ത് പഠിച്ചാലാണ് അതിന് 20 കൊല്ലം കഴിഞ്ഞാൽ പ്രസക്തി ഉണ്ടാകുക എന്നത് അറിയില്ല. അത്രയധികം വിദ്യാഭ്യാസ മേഖല പോലും വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. അവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI എന്ന് പറയുന്നതിനേക്കാൾ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് EI എന്ന് പറയുന്നത്. അത് ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. നമ്മളുടെ മാനസികമായ, നമ്മൾ ഓരോ കാര്യത്തോടും അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രതിപ്രവർത്തിച്ചും തീരുമാനങ്ങളെടുത്ത് മുന്നിലേക്ക് പോകാൻ വേണ്ട മാനസികമായ പക്വത, കാര്യങ്ങളെ അതിവൈകാരികമായി സമീപിക്കാതെ, കാര്യങ്ങളെ വ്യക്തിപരമായി സ്വീകരിക്കാതെ ഈ സമൂഹത്തിൽ പിടിച്ചിരുന്ന് പോവുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അതിന് ഈ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കാൻ ഇത്തരത്തിലുള്ള പരിപാടികൾ വല്ലാതെ ഉപകരിക്കുന്നു. അതിനുവേണ്ടി ശ്രമിക്കുന്നവരെ ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു.